ഒരിക്കലും നികത്താനാവാത്ത വിടവാണ് ഡോണിൻ്റെ വേർപാട്. ഇപ്പോൾ മരിയൻ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട തോമസ് ഞള്ളിയിലച്ചൻ സംസാരിക്കുന്നു. നമ്മളുടെ കോളേജിൻ്റെ മാനേജർ, ഏറ്റവും ആദരണീയനായ ഡോക്ടർ ബോബി അലക്സ് മണ്ണമ്പ്ളാക്കൽ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അജിമാൻ ജോർജ്, അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഡോണിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരിക്കുന്നവരെ, നമ്മളുടെ ബുദ്ധിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്ത ഒരു മരണമാണിത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ഇന്നലെ ഈ മകൻ രാവിലെ ബൈക്കിൽ ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഈ മകനെ എനിക്ക് ഒന്ന് കാണാൻ സാധിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഞാൻ ഗസ്റ്റ് ഹൗസിൻ്റെ വാതിക്കൽ നിൽക്കുമ്പോൾ ഡോൺ ഓടി വന്നു. ഞാൻ പോയിച്ച്, മോനെ ഇന്ന് തന്നെയാണ് മോൻ തിരക്കിട്ട് ഇവിടെ നിൽക്കുന്നത്? വെച്ചാൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിബിഷൻ ഉണ്ടല്ലോ. പെട്ടെന്ന് ഞാൻ ഓർത്തു അത് ഉടനെ നാളെ ആയിരിക്കും. മോനെ നാളെയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ബുധനാഴ്ചയാണ് അച്ഛൻ വരികയല്ലേ? ഞാൻ പറഞ്ഞു, ആ സാറ് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിബിഷന് വേണ്ടി വളരെ ആഗ്രഹത്തോടുകൂടി കർമ്മനിരതനായിരിക്കവേ ആണ് ഡോൺ അപ്രതീക്ഷിതമായിട്ട് നമ്മളിൽ നിന്നും വേർതിരിക്കപ്പെട്ട് ഈ കൊച്ചുപ്രായത്തിലെ ദൈവത്തെങ്കിലേക്ക് ചേരുന്നത്. ഇന്നലെ ഡോണിൻ്റെ കൂടെയായിരുന്നു മൊത്തം നേരവും, മുഴുവൻ നേരവും. ആ സമയത്തൊക്കെ ഡോണിൻ്റെ ബന്ധുക്കളും അയൽക്കാരും അധ്യാപകരുമായിട്ടുള്ള എല്ലാവരുമായിട്ട് എനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. അവരെല്ലാവരും ഡോണിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഡോൺ പഠിച്ച കലാലയങ്ങളിലെല്ലാം, ഇതിനു മുമ്പ് പഠിച്ച മൗണ്ട്ഫോർട്ടിലാണ്, അവിടുത്തെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രിയങ്കരനായിരുന്നു. ഈ കലാലയത്തിലും MSc ഫിസിക്സിലെ ഇൻ്റഗ്രേറ്റഡ് 5 വർഷ കോഴ്സിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനികളോട് വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറുകയും എല്ലാ പ്രവർത്തനങ്ങളിലും, കോളേജിൻ്റെ അവരുടെ ബാച്ച് ബേസിലുള്ള എല്ലാ മത്സരങ്ങളിലും, കിക്ക് ബോക്സിങ്ങളിലും എല്ലാം വളരെ ആവേശത്തോടു കൂടി പങ്കെടുത്ത മകനാണ്. ഈ മകൻ ഓട്ടക്കളത്തിൽ വളരെ പ്രൗഢിയോടുകൂടി തന്നെ വിടവാങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഇവൻ വിധേയപ്പെട്ടിരിക്കുകയാണ്. ഈ മകൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവനെക്കുറിച്ച് ബോബിയച്ഛൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആ ചിന്തകൾ പങ്കുവെച്ചു. ഞാനും ഒരു ചെറിയ കാര്യം കൂടെ, ഒരു സാറ് തന്ന ചെറിയൊരു വാക്യം കൂടെ ചേർക്കുകയാണ്. Don was always for others, no matter who they were, friends, teachers, supporting staff or other students. He was there for their need always. In fact, his needs were secondary. This helping mentality, being available to others for every needs, was one of the most unique nature he lived with us. In the classroom, he was always cheerful. As a teacher, I used to look around to see whether Don is present or not. This is not because he
his love and respect for teachers and elders. Also, our Don, a highly devoted to the Blessed Sacrament, every day attended a Holy Mass, and this grace remained with him all through the day. ഇന്നലെയും രാവിലെ മരിയനിൽ പോയി പരിശുദ്ധ കുർബാന കണ്ട് പ്രാർത്ഥിച്ച് മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ മകൻ കടന്നു വന്നത്. വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നലെ മകൻ കടന്നു വന്നു. ദൈവികമായ പ്രത്യാശയോട് ചിന്തിക്കുമ്പോഴേ സോളമൻ മരണത്തെക്കുറിച്ച്, പ്രായമെത്താതെ മരണത്തെക്കുറിച്ചുള്ളവരെക്കുറിച്ച് പറഞ്ഞ വാക്യങ്ങൾ ഈ മകൻ്റെ ജീവിതത്തിലും അനവർത്ഥമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി അനുഭവിക്കും. ക്രിസ്തുകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരമായതിനാൽ തിന്മയുടെ മധ്യത്തിൽ നിന്നും കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. തീർച്ചയായിട്ടും ഡോണിൻ്റെ ജീവിതം തിന്മയുടെ ഈ ലോകത്തിൽ നിന്നും ഇവൻ്റെ നന്മയുടെ ജീവിതത്താൽ വേഗം ദൈവം രക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഈ മകനെക്കുറിച്ചുള്ള ചിന്തകളോട് കൂടെ ധ്യാനിക്കുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലെ നമ്മളുടെ മരണശേഷമുള്ള ആകാശത്തെയും ഭൂമിയെക്കുറിച്ച് പറയുന്നു. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. ഇതാ ദൈവത്തിൻ്റെ കൂടാരം, കുഞ്ഞാടിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവിടുന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഡോണിൻ്റെ ജീവിതത്തിലെ പഴയതെല്ലാം കടന്നുപോയി, ദൈവത്തെങ്കിലേക്ക് ചേർത്തപ്പെട്ടിരിക്കുന്നു. ഈ മകൻ്റെ ആത്മാവിനെ മരിയൻ കോളേജിലെ എല്ലാവരുടെയും പേരിൽ ആത്മശാന്തി ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.